സ്നാപ്ചാറ്റ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. സ്നാപ്ചാറ്റ് ഇനി മുതൽ നിങ്ങൾക്ക് ക്യാഷ് തരാൻ പോവുകയാണ്. വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മാൻ നാസിമാണ്. ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് യൂട്യൂബ് ഇതിൽ നിന്നൊക്കെ ക്യാഷ് ഏൺ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ സ്നാപ്ചാറ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. സ്നാപ്ചാറ്റ് ഇനി മുതൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി മുതൽ നമുക്ക് സ്നാപ്ചാറ്റ് യൂസ് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സന്തോഷ വാർത്ത സ്നാപ്ചാറ്റ് അറിയിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ സ്നാപ്ചാറ്റിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്നാപ്ചാറ്റിൽ ക്യാഷ് കിട്ടുവാൻ വേണ്ടി ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത്. രണ്ട് വീഡിയോ ആയിരിക്കും നമുക്ക് ഈ ഒരു സ്നാപ്ചാറ്റിനെ കുറിച്ച് വരുന്നത്. ഒന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഇത് എന്തൊക്കെയാണ് ക്രൈറ്റീരിയ എന്നും, രണ്ടാമതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് പാർട്ട് 2 ആയിട്ട് ഇടാൻ പോകുന്നത് ഈ ഒരു സ്നാപ്ചാറ്റ് വഴി എങ്ങനെയാണ് വീഡിയോ പ്രോപ്പർ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതെന്നായിരിക്കും. സ്നാപ്ചാറ്റ് മോണിറ്റൈസേഷൻ ആകുവാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള ക്രൈറ്റീരിയ ആണ് സ്നാപ്ചാറ്റ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് വഴിയെ നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ പറയുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ആദ്യം വൈപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. നമ്മുടെ സ്നാപ്ചാറ്റ് വഴി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്നാപ്ചാറ്റ് പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പാലിച്ചിരിക്കണം. ഈ 4 കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസ്, രണ്ടാമത്തേതായിട്ട് എൻഗേജ്മെന്റ്, മൂന്നാമതായിട്ട് കൺസിസ്റ്റൻസി, നാലാമതായിട്ട് കംപ്ലൈൻസ്. ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങളുടെ സ്നാപ്ചാറ്റിൽ ഓക്കെ ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് അപ്പോൺ ഓഡിയൻസ്. എല്ലാവർക്കും അറിയാം, ഒരു നിശ്ചിത ഫോളോവേഴ്സ് നമുക്ക് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും വേണം. ആ ഒരു കാര്യം തന്നെയാണ് ഓഡിയൻസ് എന്നുള്ള ഒരു വിഭാഗത്തിൽ സ്നാപ്ചാറ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ സ്നാപ്ചാറ്റ് അക്കൗണ്ട് പ്രൈവറ്റിൽ നിന്ന് നമ്മൾ പബ്ലിക്കിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെയാണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും, പാർട്ട് 2. ആദ്യമായിട്ട് ഓഡിയൻസിൽ നമുക്ക് പബ്ലിക് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ ഒരു പബ്ലിക് അക്കൗണ്ടിലേക്ക് നമ്മുടെ സ്നാപ്ചാറ്റ് അക്കൗണ്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് 50K ഫോളോവേഴ്സ് ഇതിൽ കാണണം. 50K എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഞെട്ടേണ്ട ഒരു ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് സ്നാപ്ചാറ്റിൽ നിങ്ങൾക്ക് 50K അടിക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ഇത് തുടർന്നുള്ള വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. രണ്ടാമതായിട്ട് സ്നാപ്ചാറ്റ് പറയുന്നത് എൻഗേജ്മെന്റ് ആണ്. ഈ ഒരു ക്രൈറ്റീരിയ ആണ് മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് വാച്ച് ഹവർ വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സ്നാപ്ചാറ്റിൽ 3 കാര്യങ്ങളാണ് എൻഗേജ്മെന്റിൽ വരുന്നത്. ഈ ഒരു 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാൽ, നിങ്ങൾ അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് 10 മില്യൺ സ്നാപ്പ് വ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവണം. 10 മില്യൺ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സ്നാപ്പ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് 10 മില്യൺ വ്യൂസ് ആ ഒരു സ്നാപ്പിൽ നിന്ന് കിട്ടണം. ഒരു സ്നാപ്പ് അല്ല, നമ്മൾ 28 ഡേയ്സിനുള്ളിൽ ഇട്ടിരിക്കുന്ന സ്നാപ്പിൽ നിന്നും 10 മില്യൺ വ്യൂസ്. 10 മില്യൺ എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ സ്നാപ്ചാറ്റിൽ വളരെ സിമ്പിൾ ആയിട്ട് 10 മില്യൺ നിങ്ങൾക്ക് 28 ദിവസത്തിനുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്നാപ്പ് ഇടുന്ന ആളാണെങ്കിൽ അത് കടന്നു പോകും. ഈ ഒരു 10 മില്യൺ വ്യൂസ് ലാസ്റ്റ് 28 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് എൻഗേജ്മെന്റിൽ വരാൻ പോകുന്ന വിഭാഗം എന്ന് പറയുന്നത് 1 മില്യൺ സ്പോട്ട് ലൈറ്റ് വ്യൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും, എന്താണ് സ്പോട്ട് ലൈറ്റ് വ്യൂ എന്ന് പറയുന്നത്? നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോസ് ഇടുന്നത് റീൽസ് എന്നുള്ള ഒരു കാറ്റഗറിയാണ്. നമ്മുടെ യൂട്യൂബിൽ ഷോർട്സിലേക്കാണ് അത് കൺവേർട്ട് ആകുന്നത്. ആ ഒരു സെയിം കാര്യം തന്നെയാണ് സ്നാപ്ചാറ്റിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ വരുന്നത്. സ്നാപ്ചാറ്റിൽ നിങ്ങൾ ഇടാൻ പോകുന്ന വീഡിയോസ് സ്പോട്ട് ലൈറ്റ് ആയിട്ട് ഇടുക. സ്പോട്ട് ലൈറ്റ് ആയിട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് 28 ദിവസത്തിനുള്ളിൽ, ലാസ്റ്റ് 28 ദിവസത്തിനുള്ളിൽ 1 മില്യൺ വ്യൂ ആയി കഴിഞ്ഞാൽ ഈ ഒരു എൻഗേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ആകാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. 10 മില്യൺ സ്നാപ്പ് വ്യൂവോ ഇല്ലെങ്കിൽ 1 മില്യൺ സ്പോട്ട് ലൈറ്റ് വ്യൂസോ ആകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് 28 ഡേയ്സിനുള്ളിൽ 12,000 വാച്ച് ഹവർ കംപ്ലീറ്റ് ചെയ്യുക. 28 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഒരു സ്പോട്ട് ലൈറ്റിൽ ഇടുന്ന വീഡിയോസിന് 12,000 ഹവേഴ്സ് വാച്ച് ടൈം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ലാസ്റ്റ് 28 ഡേയ്സിനുള്ളിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമതായിട്ടുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൺസിസ്റ്റൻസി. ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്താലും കൺസിസ്റ്റൻസി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആകത്തില്ല. അതുപോലെ തന്നെയാണ് സ്നാപ്ചാറ്റിലും വരുന്നത്. ലാസ്റ്റ് 28 ദിവസത്തിനുള്ളിൽ 10 ദിവസമെങ്കിലും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ഇട്ടിരിക്കണം. ഏറ്റവും കുറഞ്ഞത് 10 ദിവസം, അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് 28 ദിവസത്തിൽ എത്ര ദിവസം വേണമെങ്കിലും ഇടാം. ഒരു മാസത്തിൽ 10 ദിവസമെങ്കിലും നിങ്ങൾ സ്പോട്ട് ലൈറ്റ് വീഡിയോസ് ആഡ് ചെയ്തിരിക്കണം. അതാണ് കൺസിസ്റ്റൻസിയിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ കൺസിസ്റ്റൻസിയിൽ തന്നെ രണ്ടാമതായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 28 ഡേയ്സിനുള്ളിൽ നിങ്ങൾ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്തിരിക്കണം.
25 പോസ്റ്റിന് മുകളിൽ 25 പോസ്റ്റ് എന്ന് പറയുമ്പോൾ 25 സ്നാപ്പോ ഇല്ലെങ്കിൽ 25 സ്പോട്ട് ലൈറ്റ് വീഡിയോസോ നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഞാൻ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ സ്പോട്ട് ലൈറ്റിൽ വീഡിയോ ആഡ് ചെയ്യുന്നതായിരിക്കും. കാരണം സ്പോട്ട് ലൈറ്റ് വീഡിയോസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 10,000 വ്യൂ കിട്ടുന്ന ആ ഒരു സമയത്ത് നമുക്ക് സ്നാപ്ചാറ്റിൽ ഏകദേശം 1 ലക്ഷം 2 ലക്ഷം വ്യൂസ് ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പോട്ട് ലൈറ്റ് വീഡിയോസ് ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യാൻ നോക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ സ്റ്റോറീസ് ആയിട്ട് സേവ്ഡ് സ്റ്റോറീസ് ആയിട്ട് സ്നാപ്പ് കൂടി ഇടുക. അപ്പോൾ കൺസിസ്റ്റൻസിയിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, 28 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 10 ദിവസമെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുക. രണ്ടാമത് 25+ സ്റ്റോറീസ് അല്ലെങ്കിൽ സ്പോട്ട് ലൈറ്റ് വ്യൂസ് നിങ്ങൾ ആഡ് ചെയ്യുക. നാലാമതായിട്ട് വരുന്നതാണ് കംപ്ലൈൻസ്. കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുന്നൊന്നുമല്ല, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ആണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ രാജ്യം പറയുന്ന രീതിയിലുള്ള പ്രായപൂർത്തിയായിരിക്കണം. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ 18 വയസ്സാണ് പ്രായപൂർത്തിയാകുവാൻ. പല രാജ്യങ്ങളിലും ഇത് പലതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണോ നിൽക്കുന്നത് ആ രാജ്യത്തെ ഡീറ്റെയിൽ വെച്ച്, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ 18, മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ അതേപോലെയുള്ള എത്ര വയസ്സാണോ അവർ പറയുന്നത് ആ ഒരു വയസ്സ് പൂർത്തിയായിരിക്കും. അടുത്തതായിട്ട് ഈ ഒരു കംപ്ലൈൻസിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്നാപ്ചാറ്റിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണം നിങ്ങൾ സ്നാപ്ചാറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ സ്നാപ്ചാറ്റിൽ ഇടാൻ പാടില്ല. വാട്ടർ മാർക്ക് കാണരുത്. അല്ലെങ്കിൽ ഷോർട്സിൽ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരിക്കുന്ന വീഡിയോസ് അതേപടി നിങ്ങളൊരു വാട്ടർമാർക്കോട് കൂടി ഈ ഒരു സ്നാപ്ചാറ്റിലേക്ക് ഇടരുത്. വാട്ടർമാർക്ക് ഇല്ലാതെ നിങ്ങൾ ഒറിജിനൽ വീഡിയോസ് നിങ്ങൾ ഈ ഒരു സ്നാപ്ചാറ്റിൽ ആഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് അപ്പോൾ അവർ പറയുന്നത്. രണ്ടാമതായിട്ട്, ഫോളോ മോണിറ്റൈസേഷൻ ടേംസ്. അത് എല്ലാ ഒരു സോഷ്യൽ മീഡിയ, ഏതൊരു സോഷ്യൽ മീഡിയ എടുത്താലും നമുക്കറിയാൻ പറ്റും, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ സ്നാപ്ചാറ്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉറപ്പായിട്ടും പാലിച്ചിരിക്കണം. മൂന്നാമതായിട്ട്, ക്രിയേറ്റർ മോണിറ്റൈസേഷൻ പോളിസി. ഇതും ഈ ഒരു ഗൈഡ് ലൈൻസ് ആണ് ഇവർ വെക്കുന്നത്. ഈ ഒരു പോളിസി എന്താണെന്ന് നിങ്ങൾ സ്നാപ്ചാറ്റിൽ കയറി കഴിയുമ്പോൾ വായിക്കാൻ പറ്റും. ആ ഒരു പോളിസി പ്രോപ്പറായിട്ട് നിങ്ങൾ അംഗീകരിച്ചിരിക്കണം. ദെൻ കമ്മ്യൂണിറ്റി ആൻഡ് കണ്ടന്റ് ഗൈഡ് ലൈൻസ്. ഇതും കമ്മ്യൂണിറ്റി വയലേഷൻ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസിലുള്ള കാര്യമാണ്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഓക്കെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നാപ്ചാറ്റിന്റെ മോണിറ്റൈസേഷൻ പ്രോഗ്രാമിൽ വരാൻ പറ്റുന്നതാണ്. സ്നാപ്ചാറ്റ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഓഡിയൻസ്, എൻഗേജ്മെന്റ്, കൺസിസ്റ്റൻസി ആൻഡ് കംപ്ലൈൻസ്. ഈ ഒരു 4 കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് സ്നാപ്ചാറ്റ് വഴി നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് സ്നാപ്ചാറ്റിലേക്ക് വീഡിയോ പ്രോപ്പറായിട്ട് ആഡ് ചെയ്യണം എന്നുള്ള ആ ഒരു പാർട്ട് 2 വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. നിങ്ങളുടെ സ്നാപ്ചാറ്റ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ചങ്സിനും ഫാമിലീസിനൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയുകയാണ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഉറപ്പായിട്ടും ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോ കാണുന്നത് നാസിം ഈസ് സൈനിങ് ഓഫ്. താങ്ക് യു.